സത്യത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന ഏറ്റവും മംഗളകരമായ രാത്രിയാണ് ശിവരാത്രി എന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ആഘോഷിക്കുന്നതിനേക്കാൾ ഉപരി അനുഷ്ഠിക്കാനും അനുഭവിക്കാനുമുള്ളതാണ് ഈ രാത്രിയെന്നും അമ്മ പറഞ്ഞു. സത്യത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന ഏറ്റവും മംഗളകരമായ രാത്രിയാണ് ശിവരാത്രി. എന്നാൽ ആഘോഷിക്കുന്നതിനേക്കാൾ ഉപരിയായി അനുഷ്ഠിക്കാനും അനുഭവിക്കാനുമുള്ളതാണ് ശിവരാത്രി. ലോക ജീവിത യാത്രയിലും ആധ്യാത്മിക യാത്രയിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട അനേക മൂല്യങ്ങളെക്കുറിച്ച് ശിവരാത്രി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാത്തിലും ഉപരി പരമമായ സത്യത്തിലേക്ക് ശിവനിലേക്ക് ഉയരാനുള്ള ആഹ്വാനമാണ് ശിവരാത്രി. മനുഷ്യ മനസ്സും ഇന്ദ്രിയങ്ങളും സാധാരണയായി ലോകവിഷയങ്ങളിലും ഭൗതിക കാര്യങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ബഹിർമുഖമാണ്. മനസ്സാകട്ടെ സദാ ചിന്താകർഷമാണ്. അങ്ങനെയുള്ള മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒരു ദിവസമെങ്കിലും പൂർണ്ണമായി ഈശ്വരസ്മരണയിലും ഈശ്വര ആരാധനയിലും നിർത്താൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഈശ്വരൻ എന്നും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണർന്നിരിപ്പുണ്ട്. നമ്മൾ നല്ല ഉറക്കത്തിലാണെന്ന് മാത്രം. അതുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം നമുക്കറിയാൻ കഴിയുന്നില്ല. ഈ ഉറക്കത്തെ കാണുന്ന സ്വപ്നം പോലെയാണ് നമ്മുടെ മിക്ക ജീവിതാനുഭവങ്ങളും. അതിനൊരു അവസാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഈശ്വരന് വേണ്ടി ഒരു ദിവസമെങ്കിലും ഒരു ത്യാഗം പോലെ നമുക്ക് ഉണർന്നിരിക്കാൻ ശ്രമിക്കണം. ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ ഉറങ്ങാതെ കണ്ണു തുറന്ന് ഇരിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ ചിന്തയെക്കുറിച്ചും വാക്കിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അജ്ഞാനം മാറുന്നത്. ഇരുട്ടെന്നത് എടുത്തു മാറ്റാൻ വരുന്നൊരു വസ്തുവല്ല. പ്രകാശം കൊണ്ടുവന്ന ഇരുട്ടില്ലാതാകും. അതുപോലെ നമ്മൾ ബോധം കൊണ്ടുമ്പോൾ അജ്ഞാനത്തിന്റെ ഇരുട്ട് മാറുന്നു. ശിവരാത്രി നൽകുന്ന ആത്മനിയന്ത്രണത്തിന്റെയും ത്യാഗത്തിന്റെയും ഉണർവിന്റെയും സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അഷ്ടമൂർത്തികളിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ നടന്നിരിക്കുന്ന ഭഗവാനെ സർവ്വചരാചരങ്ങളിലും ദർശിച്ച് സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഉണർവിലേക്ക് വരാൻ കൃപ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.